നീ കരിക്കുരങ്ങ് നമ്മുടെ കേട്ടോ. ഇതുപോലെ ഇളം തളിരില്ലേ തേയിലപ്പൊടിയായിട്ട് അമ്പലം കേട്ടോ. കണ്ടോ പ്രതിഷ്ഠയൊക്കെ ഉണ്ട് അത്. പേടിയാണ് ശരിക്കും ഇവിടെ. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്നൊരു ട്രാവൽ വ്ലോഗാണ്. നമ്മളിന്ന് പോകുന്നത് മേഘമല എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. തമിഴ്നാടാണ് സ്ഥലം. ജലദോഷക്കോളാണ്. ജലദോഷക്കോൾ ആയതുകൊണ്ട് ഹാനുഷിനെ ഇവിടെ ഇരുത്തിയിട്ട് ഞങ്ങൾ പോവാണ്. മമ്മിയുടെ ഹാനുഷിനെ ഇവിടെ ഇരിക്കും. പോകുന്നത് കമ്പമട്ട് റൂട്ട് കൂടിയാണ്. നേരെയല്ലേ പോണ്ടേ? ഇവിടെ നിർത്തണോ? ഇതാണ് നമ്മുടെ കമ്പമട്ട് ചെക്ക് പോസ്റ്റ് അല്ലേ, തമിഴ്നാട് ബോർഡറാ. മാപ്പിന് കണ്ട റോഡ് കാണിക്കണ എങ്ങനെയാ? ബസ് റൂട്ടല്ലേ? അതെ. 18 വളവുണ്ടല്ലേ? കരിക്കും കുടിക്കണം, കാടിറച്ചിയും കഴിക്കണം. രണ്ട് കാര്യങ്ങളുണ്ട് എൻ്റെ ആഗ്രഹം. പട്ടി മുന്തിരി മുന്തിരിപ്പാടം കണ്ടോ? തേൻപളനി. ഇതിന് മുന്തിരി നോക്കി. പുളി, മുന്തിരി, തെങ്ങ് എല്ലാം ഉണ്ടല്ലോ, ഇല്ലാത്ത ഒന്നുമില്ല. ഇപ്പം നമുക്ക് ചെക്കിങ് ഉണ്ടായിരുന്നു. പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഒന്നും അലോ ചെയ്യത്തില്ല അങ്ങോട്ട്. നമ്മുടെ വണ്ടിയെല്ലാം ചെക്ക് ചെയ്തു. എത്ര വാട്ടർ ബോട്ടിൽസ് ഉണ്ടോ നോക്കി ഒരെണ്ണം മാത്രമേ അകത്തോട്ട് കയറ്റി എടുത്തു പറഞ്ഞു. നമ്മൾ വെള്ളം കുടിക്കുകയാണെങ്കിൽ പോലും വണ്ടിയിലിരുന്ന് വെള്ളം കുടിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പുറത്ത് ഒരു പ്ലാസ്റ്റിക് ബോട്ടിലും എടുക്കാൻ അനുവദിയില്ല. എന്നെ ഇട്ടിട്ട് പോകുന്നു. അയ്യോ, എന്റെ പൊന്നു, എന്ത് രസമാണ്. നമ്മൾ കയറുന്ന റോഡിൻ്റെ ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചവിട്ട് ചെയ്താണ് ഈ ഭംഗി കണ്ടിട്ട്. എനിക്ക് തോന്നുന്നു മുകളിലോട്ട് കയറി കഴിയുമ്പോൾ മൊത്തത്തിലുള്ള അടിപൊളി വ്യൂ കിട്ടും. പക്ഷെ ചിലപ്പോൾ ലോങ് വ്യൂ ആയിരിക്കും. അപ്പോൾ എന്താണെങ്കിലും ഇന്ത്യയിൽ മാത്രമേ ഇത്ര സൂപ്പർ സ്ഥലങ്ങൾ. ആന ഇറങ്ങാൻ സാധ്യതയുണ്ട്. ഉണ്ടോ? എലിഫന്റ് അറ്റാക്ക് സ്വപ്നം കണ്ടുകൊണ്ട് നടക്കുന്ന ആളെ മുഖത്ത് നോക്കട്ടെ ഞാൻ. കട പോലും ഇല്ല.
കരിങ്കുരങ്ങനെ കണ്ടു. ഇത് ഇതാക്കണം, ഉള്ളിൽ കയറുമോ? ഷെഡ് ഇട്ടോ വെള്ളം ഈ കരിങ്കുരങ്ങ് നമ്മുടെ പൂർവികന്മാരെ തേയിലക്കാടൊക്കെ തുടങ്ങിയതേ. മോളെ തേയില അല്ല, ഇത് തേയില കട്ട് ചെയ്തിട്ട് ചാരം ഇട്ടേക്കുന്നതാ, മരുന്നടിച്ചേക്കുന്നതാ. ലാവൻഡർ എന്ന് പറഞ്ഞാൽ വിശ്വസിച്ചില്ലേ? ഇല്ല, ഞാൻ പൊട്ടിയൊന്നുമല്ല. ഞങ്ങളിവിടെ ലാവൻഡർ ഫാമിൽ പോയതാ. തേയില കട്ട് ചെയ്തിട്ടേക്കുന്ന ചെറുതായിട്ട് വിശക്കുന്നുണ്ട് കേട്ടോ. ടച്ചുണ്ട്. ആ, ഊട്ടിയുണ്ട്, കുട്ടിക്കാനം പിരിയുന്നു. ഒരു പള്ളി, ഈ അമ്പലം. കടയല്ലായിരുന്നു, അമ്പലമായിരുന്നു. കാട്ടുപോത്താണ്. നല്ല ജേഴ്സി പശുവാ, അതിനെ കാട്ടുപോത്തൊന്നും. ഞാൻ ക്യാമറയില് നോക്കിയത് പെട്ടെന്ന് ഗ്ലാസ് കയറ്റി. കാട്ടുപോത്ത് വണ്ടിയില് ശരിയാ. ക്ലൈമറ്റ് മാറി, ചൂട് മാറി. മഴ പെയ്യാൻ പോകുന്നത് ഭയങ്കര ഇരുട്ടല്ലോ. പാന്തരം അതൊക്കെ ഉണ്ടോ? ഇവിടെ എന്തോ ഉണ്ട് കേട്ടോ, ഹോട്ടലുണ്ട് കേട്ടോ. കാരണം ഇവിടെ കൂട്ടത്തിലുള്ളവരൊക്കെ പറഞ്ഞാൽ ഈ മേഘമല ഇങ്ങോട്ട് വരാണ്, ഇവിടെ ഹോട്ടലുകളൊന്നുമില്ല. അപ്പം എന്തെങ്കിലും ഭക്ഷണമൊക്കെ കരുതിക്കൊണ്ട് വരണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് കഴിക്കാം. നമ്മുടെ വിശപ്പൊക്കെ കെട്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് താഴെ ചെയ്യുമ്പോൾ നല്ല അടിപൊളിയായിട്ട് ഫുഡ് അടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ ഓർത്തിട്ട് നമ്മൾ ലൈറ്റായിട്ട് പോകുന്നത് നമ്മൾ ഓംലേറ്റ് അടിക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. വെറുതെ നമ്മുടെ പോട്ടോ ഒരെണ്ണം മതി. നമ്മൾ മൈസൂർ പാക്കും കടലമുട്ടായി ചുമ്മാ കടിക്കാനായിട്ട് വാങ്ങിച്ചിട്ടുണ്ട്. ഇവിടെ റൂമിന്റെ റേറ്റ് അവർ സംസാരിക്കുന്നത് കേട്ടോ, 3000 രൂപ. പ്രൈവറ്റ് റൂമിന് 3000 രൂപയുടെ. വെൽക്കം ടു ഊട്ടി. നിർത്തി പോകാം. ഇല്ല, വേറെന്താ കേട്ടെ? മീനുണ്ടോന്നാ ചോദിച്ചേ. എക്കോ നോക്കിയേക്കോ. ഇറങ്ങി ഇതിന്റെ താഴ്ച കാണും. സ്പോട്ട് കഴിയുമ്പോൾ നമുക്ക് ഇറങ്ങാതിരിക്കാൻ പറ്റുന്നില്ല. എന്റെ പൊന്നും, നല്ല രസം. ഊട്ടിയിലൊക്കെ പോലെ തോന്നല്ലേ? லாஸ்ட் ஊர் மகாராஷ்டிரமெட்டு வண்டி நிப்பாட்டிட்டு மேலே போய் பார்க்கணும். சின்னூர் கம்பம் கூடலூர் கேகப்பட்டி சொல்லிப்பட்டி சொல்லிப்பாட்ஸு போடிமெட்டு கம்பமெட்டு இங்கிட்டு தேக்கடி வரைக்கும் நல்லா தெரியும் சார். வண்டி விட்டு ஓரத்தில் பாட்டுட்டு மேலே ஏறணும். அங்கே முன்னாடி போக முடியாது. முன்னாடி விட்டு இருந்தாங்க சார். இந்த மதுரக்காரங்க 4 பேர் வந்தது, நல்ல மப்பு. அதில் குளிக்கக்கூடாதுங்க, குளிச்சு 3 பேர் அவுட்டு. அந்த பாருங்க செக் போஸ்ட் போட்டு நிற்கிறாங்க பாருங்க. ഇവിടെ പാർക്ക് ചെയ്യാം. എവിടെ ഒരു വളച്ചോണ്ട് വരാം. அதுக்கு அங்கிட்டு போய் பார்த்தீங்கன்னா தேக்கடி வரைக்கும் தெரியும். தேக்கடி சரி, நல்லா பட்டேன். பத்திரம் கொண்டு பக்கத்தில்
40. ഇതിന് മുകളിൽ കയറി പോകാൻ പറ്റും കേട്ടോ. മേഘങ്ങളൊക്കെ ഒന്ന് ദാറ്റ്സ് വൈ ഇറ്റ്സ് കോൾഡ് മേഘമലൈ. മഞ്ഞൊക്കെ കണ്ടോ? മഞ്ഞൊക്കെ അടിപൊളിയല്ലേ? ഇത് കോട കയറുന്നു. താഴോട്ട് കൊക്കയിലോട്ട് നോക്കാൻ പേടിയാവൂല്ലേ? എന്തേലും ഉയർച്ചതാണ് നമ്മൾ നിൽക്കുന്നത്. വീഴല്ലേ? കാല് ഇറക്കും നമ്മളിവിടെ നിന്ന്. അങ്ങോട്ട് പോകണം. വരുമല്ലോ. ഇത് കെട്ടിടം പൊളിഞ്ഞിരിക്കുന്നതാണ്. പക്ഷെ ഇത് അമ്പലം കേട്ടോ. എന്തോ പ്രതിഷ്ഠയൊക്കെ ഉണ്ട് അകത്ത്. അവിടെ ഏതാണ്ട് പ്രതിഷ്ഠയും കാര്യമൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ഡേഞ്ചർ ഏരിയ കേട്ടോ. അങ്ങ് പോവാട്ടോ. പീസ്ഫുൾ മൈൻഡിലിരിക്കാം. ഇതാട്ടോ ഏറ്റവും എൻ്റെ ഇത് കൊക്കയാണ്. ഭയങ്കര കൊക്ക. അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. മേഘമലൈ. ഈ തേയിലയെ പറ്റി അറിയാൻ പറ്റത്തില്ലാത്തവർക്ക് പറയാം കേട്ടോ. ഇതുപോലെ ഈ ഇളം തളിരില്ലേ, ഇതാട്ടോ ഉള്ളി എടുത്തിട്ട് ഉണക്കി നമുക്ക് തേയിലപ്പൊടിയായിട്ട് പ്രോസസ്സ് ചെയ്ത് വരുന്നത്. ഈവനിങ് ആയ സമയത്ത് മൊത്തം മഞ്ഞ് ഇപ്പോഴാണ് ശരിക്കും ആ ഒരു രസം. നമ്മൾ വന്ന ഏകദേശം ഉച്ച സമയമായതുകൊണ്ട് വെയിലല്ലായിരുന്നോ. ഇപ്പം ആണെങ്കിൽ നല്ല പോലെ ക്ലൈമറ്റൊക്കെ അടിപൊളിയായി. മഴ പെയ്യാൻ പറ്റും. മഴ നമ്മള് മോളിൽ ചെന്നപ്പോൾ മഴ പെയ്യാൻ നിന്നതിൽ ജസ്റ്റ് മിസ്സിൽ പെയ്ത മഴയാണല്ലോ. താഴെ ഇറങ്ങി അന്നേരം മഴ തുടങ്ങി. നല്ലൊരു ചെറിയൊരു പൊടിമണൊക്കെ നല്ല രസമാണ് മഴയുടെ. പീസ്ഫുൾ. കാട ഫ്രൈ ആണ്. അപ്പോൾ ഗൈസ് നമ്മളിനി ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ്. ഭക്ഷണം കഴിച്ചു, വീട്ടിലേക്ക് പോവാണ്. ചേച്ചിമാരൊക്കെ നോക്കുന്നല്ലോ. നമുക്ക് 2 കുൽഫി കൂടെ വാങ്ങിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോകാം.
താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.